നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. നിങ്ങളെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട പോലെ. എന്നിട്ട് ഖുർആൻ പറഞ്ഞ ഒറ്റ കണ്ടീഷൻ ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. ഭക്തി ഉള്ളവരാകുവാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ആസകലം, നമ്മുടെ നോട്ടത്തിലും നമ്മുടെ കേൾവിയിലും അതുപോലെ നമ്മുടെ ചിന്തയിലും നമ്മളെ കൊടുക്കലിലും വാങ്ങലിലും നമ്മുടെ സംസാരത്തിലും എല്ലാ രംഗത്തും അടക്കത്തിലും ഒതുക്കത്തിലും എല്ലാം ഭക്തി ഉള്ളവരാക്കി തീർക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വരുന്നത്. എങ്ങനെയാണ് ആ റമദാൻ നമ്മളെ ഭക്തി ഉണ്ടാകാൻ പരിശീലിപ്പിക്കുന്നത്? അത് വിശ്വാസികളായ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല ഹലാലാക്കിയ ഭക്ഷണം, അല്ലാഹ് ഹലാലാക്കിയ അനുവദിച്ച പാനീയം, അല്ലാഹ് ഹലാലാക്കി അനുവദിച്ചതെന്നുള്ള നമ്മുടെ ഇണകൾ, അതെല്ലാം നമ്മുടെ അടുക്കൽ ഉണ്ടായിട്ട് അല്ലാഹ് ഹലാലാക്കിയത് തന്നെ പ്രഭാതം മുതൽ പ്രദോഷം വരെ പടച്ച തമ്പുരാൻ നമ്മളോട് റബ്ബിന് വേണ്ടി അല്ലാഹു കാണും, അല്ലാഹു കേൾക്കും. പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മളോട് മാറി നിൽക്കാൻ, കുടിക്കരുത്, കഴിക്കരുത്, അടുക്കരുത് എന്ന് പറഞ്ഞ് നമ്മളെ ഒരു മാസക്കാലം പരിശീലിപ്പിക്കുകയാണ്. ഈ പരിശീലനത്തിലൂടെ ഹലാലായത് പോലും ഫജ്ർ മുതൽ മഗ്രിബ് വരെ നമ്മളോട് മാറ്റിവെക്കാൻ, മാറ്റി നിർത്താൻ പടച്ച റബ്ബ് പറഞ്ഞത് അത് തഖ്വ ഉണ്ടാക്കാനാണ്. ഇങ്ങനെ തഖ്വ ഉണ്ടാക്കി തീർന്ന മനുഷ്യൻ ഒരിക്കലും പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ അല്ലാഹ് ഹറാമാക്കിയ ഒരു ഭക്ഷണമോ പാനീയമോ കഴിക്കുകയോ കുടിക്കുകയോ അത് തന്റെ ജീവിതത്തിന് എന്തെങ്കിലും സുഖം ലഭിക്കാൻ വലിക്കുകയോ കുത്തിവെക്കുകയോ അല്ലെങ്കിൽ അത് കാണുകയോ കേൾക്കുകയോ ചെയ്യുകയില്ല. ഹലാലാക്കിയതിൽ നിന്ന് അല്പസമയം നമ്മളെ ഹറാമാക്കി നമ്മളെ പരിശീലിപ്പിച്ച് ട്രെയിൻ ചെയ്തെടുത്തതാണ്. പിന്നെ അതിനുശേഷം മറ്റു ബന്ധങ്ങളിൽ, ഹലാലായ ബന്ധങ്ങളിൽ മാറി നിൽക്കാൻ പറഞ്ഞു. പകൽ മുതൽ രാത്രി വരെ അല്ലെ മഗ്രിബ് വരെ ആ മാറി നിന്ന മനുഷ്യൻ പിന്നെ എങ്ങനെ അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുക? ശക്തമായ നിയന്ത്രണങ്ങളാണ് അവനിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാഹു തആല അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവൻ ഭക്ഷണവും പാനീയവും ഒക്കെ ഒഴിവാക്കിയത്, അവൻ ഹലാലായ ഭക്ഷണ പാനീയം ഒഴിവാക്കിയത് ലി അജലി, എനിക്ക് വേണ്ടിയാ, എന്നെ വിചാരിച്ച റബ്ബ് കാണും, റബ്ബ് കേൾക്കുന്നു വിചാരിച്ച ആ ഒരു ചിന്തയോട് കൂടിയാണ് അവന്റെ ഇച്ഛകളെ അവൻ മാറ്റി നിർത്തിയത്. അതുകൊണ്ടാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഭക്തി ഉള്ളവരാകുവാൻ വേണ്ടി എന്ന് പറയുന്നത്. എന്തിനാണ് വിശ്വാസികളെ ഈ ഭക്തി? ഈ ഭക്തി ഉണ്ടെങ്കിലേ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മരണം മുതൽ മരണാനന്തര ജീവിതം, ഖബർ, വിചാരണ, സിറാത്ത്, സ്വർഗലോകം, നരകലോകം എന്നുള്ള രക്ഷ, ഇതൊക്കെ ലഭിക്കണമെങ്കിൽ അവിടെയൊക്കെ എടുത്തു പറഞ്ഞത് തഖ്വയാണ്, ഭക്തിയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചത് നോക്കൂ നിങ്ങൾ. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം പരിശുദ്ധ റമളാൻ, അത് നിർബന്ധമാക്കി നമ്മോട് നോമ്പനുഷ്ഠിക്കുന്നത്. രണ്ടും ഒരു ലക്ഷ്യമാണ്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിന്റെ ലക്ഷ്യം അത് അല്ലാഹു തആല പറയാ, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അത് മാർഗദർശനമാണ്. തഖ്വയുണ്ടായി എങ്ങനെ മുത്തഖിയായി ജീവിക്കണം, എല്ലാ മാർഗനിർദ്ദേശങ്ങളും പരിശുദ്ധ ഖുർആനിലുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആ നിർദ്ദേശങ്ങൾ മറിച്ചു നോക്കിയാൽ കാണുവാൻ കഴിയും. ഒന്നാമതായി തഖ്വ വേണ്ടത് യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലു ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. അല്ലാഹു പറയാ, മനുഷ്യരെ, നിങ്ങളെ പടച്ച, നിങ്ങളെ മുൻഗാമികളെ പടച്ച, ഇന്ന് നിങ്ങൾ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഇന്ന് നിങ്ങൾ പൂജിക്കുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാന്മാരും മഹദികളും പുണ്യവാളന്മാരും പുണ്യമായി നിങ്ങൾ കരുതുന്ന എല്ലാ
അതിനൊക്കെ പടച്ചത്, ഇതിനു മുമ്പ് ഈ ലോകത്തെ പടച്ചത് ആ പടച്ച തമ്പുരാനെ നിങ്ങൾ ആരാധിക്കുക. ആ അല്ലാഹു ആരാണ്? ആകാശ ലോകത്തെ നിങ്ങൾക്ക് മേൽപ്പുരയാക്കി, ആകാശ ലോകത്തെ ഉയർത്തി മഴ വർഷിപ്പിച്ചു തന്നു. എന്നിട്ട് നിങ്ങൾ അതിന് തുല്യമായ ആ പടച്ച തമ്പുരാനോട് രക്ഷ ചോദിക്കുന്നതിന് പകരം, ആ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം, ആ പടച്ച തമ്പുരാൻ അർപ്പിക്കുന്ന നേർച്ച വഴിപാടുകൾ, ആ പടച്ച തമ്പുരാനിൽ ഏൽപ്പിക്കുന്ന പരമേൽപ്പിക്കലുകൾ അല്ലാഹു അല്ലാത്ത ആരിലും നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യരുത് കേട്ടോ എന്ന് പറയാം. അതാണ് തഖ്വ. അവിടെയും തഖ്വയുടെ കാര്യം പറഞ്ഞു. ഖുർആൻ എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിന്റെ അവതരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത് അവർക്ക് തഖ്വ ഉണ്ടാകാൻ, ഭക്തി ഉണ്ടാകാൻ. പരിശുദ്ധ റമളാനും ശഹ്റു റമളാനിൽ ഉൻസില ഫിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയത് റമളാനിലായത്. അത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത് വിശ്വാസികളെ നമ്മളെ മുത്തഖീങ്ങളാക്കി തീർക്കാൻ. ഈ തഖ്വ എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഒന്ന് നമ്മുടെ മരണം. ആ മരണം തഖ്വയോട് കൂടിയുള്ള മരണമായ തഖ്വയോട് കൂടി ജീവിച്ച് മരിച്ചെങ്കിലേ നമുക്ക് സ്വർഗ്ഗം ലഭിക്കൂ. കാരണം ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുത്തഖീങ്ങളായി ജീവിക്കണം, തഖ്വയുള്ളവരായി അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട പുറപ്രകാരം സൂക്ഷിച്ച് ജീവിക്കണം. മുത്തഖീങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത്. മരിക്കണ നേരത്തെ നമുക്ക് സ്പെഷ്യലായി മുത്തഖിയാകാൻ കഴിയില്ല. അപ്പൊ തഖ്വയോടുകൂടി ജീവിക്കുമ്പോൾ സമയത്ത് എപ്പോഴും മരിക്കാലോ. അപ്പൊ മുത്തഖിയായി മരിക്കണമെങ്കിൽ തഖ്വയുള്ളവരായി തീരണം. അതാണ് ആ അറബി കവി പറഞ്ഞത്, തറഹിൽ തറഹിൽ അനിദ്ദുനിയാ ബിസഹദിൻ മിനത്തുഖാ ഉംറുക അയ്യാമൻ തുഅദ്ദു ഖലായിലു. മനുഷ്യ, ഈ ദുനിയാവിൽ നിന്ന് നീ യാത്ര പോകണം. അള്ളാഹുവിന്റെ അടുക്കലേക്ക്, ഖബറിലേക്ക് യാത്ര പോകണം. അള്ളാഹിന്റെ വിചാരണ നാളിലേക്ക് നീ യാത്ര പോകണം. നിനക്ക് സ്വർഗമുണ്ട്, നരകമുണ്ട്. ആ നരകലോകത്ത് രക്ഷ വേണം, സ്വർഗലോകത്ത് പ്രവേശിക്കണം. അതെങ്ങനെയാ? ബിസാദിമിനത്തുക, ഭക്തിയാകുന്ന തഖ്വ കൊണ്ടാണ്. ഉംറുക അയ്യാമുൻ, നിന്റെ ആയുസ് വളരെ കുറഞ്ഞ ദിവസങ്ങളാ. നമ്മൾ ആയുസ് എണ്ണി നോക്കിയാൽ അത് വളരെ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഖബറിലേക്ക്, മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാ. അപ്പൊ നമുക്ക് വേണ്ടത് തഖ്വയാകുന്നു. വിശ്വാസികളെ തഖ്വയില്ലാതെ മരിച്ചിട്ട് കാര്യമില്ല. മുത്തഖീങ്ങളുടെ മരണമുണ്ടെങ്കിൽ സമാധാനത്തോടു കൂടി ഒരു മരണം ലഭിക്കും. അല്ലാഹുവിന്റെ മലക്കുകൾ സമാശ്വസിപ്പിച്ച് സലാം പറഞ്ഞ് അലാ തഖാഫു വലാ തഹ്സനു വബശിറു ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദുൻ. നിങ്ങൾ സങ്കടപ്പെടേണ്ട, വിഷമിക്കണ്ട. കൂട്ടുകുടുംബങ്ങളും ബന്ധുക്കളും കുരുന്ന മക്കളെയും കൂട്ടുകുടുംബം ഒക്കെ വിട്ടുപിരിഞ്ഞ് നിങ്ങൾ പോകാണ്, ശരി. നിങ്ങൾ ടെൻഷൻ ആകണ്ട. സ്വർഗ്ഗം ഉണ്ടല്ലോ നിങ്ങൾക്ക്, ഇല്ലേ? ആ സ്വർഗം നിങ്ങളോട് വാഴ്ത ചെയ്ത് അതനുസരിച്ച് നിങ്ങൾ ജീവിച്ചല്ലോ. പല ഹറാമുകളിൽ നിന്ന് സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞ് മാറിയെന്നില്ലേ? അള്ളാന്റെ നരകത്തെ പേടിച്ച് നിങ്ങൾ അത് ചെയ്യാതെ മുത്തഖീങ്ങളായില്ലേ? അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന ഒരു പ്രഖ്യാപനം ലഭിക്കും. നമ്മുടെ ഈ ലോകത്തുള്ള സകലമായ കർമ്മങ്ങളും സ്വീകരിക്കണോ, അതിന് തഖ്വ വേണം വിശ്വാസികളെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ അല്ലാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. തഖ്വയില്ലെങ്കിൽ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കൂല. തഖ്വയോട് കൂടിയൊരു ജീവിതം നയിച്ചെങ്കിലേ നമുക്ക് നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. വിശ്വാസികളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നാളെ പരലോകത്തതാ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് എന്റെ ഉമ്മത്തിലെ ആളുകൾ വരികയാ. ഉനാസും മിൻ ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഅഅമാലി ജിബാലി തിഹാമാ. തിഹാമ പർവ്വതത്തിന്റെ അത്ര അമലുകൾ ചെയ്ത് നാളെ പരലോകത്തിന്റെ ഉമ്മത്തിലെ ആളുകൾ വരും. അല്ലാഹു തആല അവരുടെ കർമ്മങ്ങളുടെ ഫലങ്ങളെ അതൊക്കെ ധൂളികളായി പറത്തിക്കളയും. ആ സമയം ധൂളികളായി പറത്തിക്കളയും. ഈ വിഷയം റസൂലുള്ള പറഞ്ഞപ്പോൾ ഖീല മൻ ഹും യാ റസൂലല്ലാഹ്, സൗബാൻ റളിയല്ലാഹു ചോദിക്കുകയാണ്, നബിയേ, ആരാണിവർ? ഇത്രകാലം നമസ്കരിച്ച്
ഇത്രകാലം നോമ്പെടുത്ത്, ഇത്രകാലം സക്കാത്ത് കൊടുത്ത്, ഇത്രയും ഹജ്ജ് ചെയ്ത്, ഇത്ര സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് പട്ടിണി കിടന്ന വിശപ്പ് സഹിച്ചിട്ട് അള്ളാഹുവേ, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹു തആല ഇത്രയും ആളുകളുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കുകയാ, ഡിലീറ്റ് ആക്കുകയാ. ആരാണ് അവരെന്നറിയാമോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് അല്ലദീന ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി തഹഖുഹാ. എല്ലാ കർമ്മങ്ങളും എല്ലാവരും ചെയ്യും, രഹസ്യമായി അവരുടെ സ്വകാര്യ ജീവിതത്തിൽ സകലമാന തിന്മകളും പ്രവർത്തിക്കുന്നവരാ. ഹറാമാക്കിയ എല്ലാ ഹറാമും അവരുടെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടാകും. പരസ്യ ജീവിതത്തിൽ അവർ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, ഉംറണ്ട്, എല്ലാം ഉണ്ട്. രഹസ്യ ജീവിതം അത് എന്തുകൊണ്ട്? അതാണ് തഖ്വയില്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് ആ തഖ്വ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവരുടെ കർമ്മങ്ങളെ സ്വീകരിക്കാതെ പോകുന്നത്. അപ്പൊ കർമ്മങ്ങളെ സ്വീകരിക്കണമെങ്കിൽ വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് തഖ്വ. ഇനി അതേ രൂപത്തിൽ ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശിരിസ് സ്വാബിരീൻ. നിങ്ങളെ ധനം കൊണ്ടും ദേഹം കൊണ്ടും രോഗം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും നിങ്ങളുടെ കൃഷി വിഭവങ്ങളെ അതൊക്കെ വില കുറച്ചുകൊണ്ടും മറ്റൊക്കെ വില കൂട്ടി, എല്ലാ നിലക്കും പരീക്ഷണങ്ങൾ സമ്പത്തിലും ശരീരത്തിലും എല്ലാറ്റിലും നിങ്ങൾക്ക് ഉണ്ടാവും. ആ സമയത്ത് ക്ഷമിക്കണം എന്ന് പറഞ്ഞു, ശരിയാണ്. പക്ഷേ ഈ ആപത്തുകളും അപകടങ്ങളും ദുരിതങ്ങളും നമുക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ സഹായം വേണോ? നമ്മൾ മുത്തഖികളാണെങ്കിൽ ഏത് ഐസിയുവിൽ കിടന്നിട്ട് ഡോക്ടർ പറയാ ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോ ആ സമയത്ത് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ, എല്ലാ ചികിത്സയും അവസാനിച്ചു എന്ന് പറയുമ്പോൾ മുത്തഖിയായി തഖ്വയായി തഖ്വ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഹറാമുകളിൽ നിന്ന് മാറി നിന്ന തഖ്വ, ഹലാലുകൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ച തഖ്വ, ആ ഹൃദയത്തിൽ നിന്ന് നമ്മെ പ്രേരിപ്പിച്ച ആ തഖ്വ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷയുണ്ട് എന്നാ. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ആര് മുത്തഖിയായി തീർന്നോ അവന്റെ എല്ലാ പ്രയാസങ്ങളെയും, അവന്റെ ശരീരത്തിലും സമ്പത്തിലും മാനസികമായി അവൻ എന്തനുഭവിക്കുന്ന പ്രയാസങ്ങളും അള്ളാഹുവിനോട് തേടിയാൽ, മുത്തഖിയാണെങ്കിൽ അള്ളാഹ് അത് ദൂരീകരിച്ചു കൊടുക്കും എന്നുള്ളതാ. അപ്പൊ തഖ്വ കൊണ്ട് ലഭിക്കുന്ന നേട്ടം അതാണ്. തഖ്വ കൊണ്ട് ലഭിക്കുന്ന മറ്റൊരു നേട്ടം, വിശ്വാസികളെ, നാളെ പരലോകത്തതാ വരുമ്പോ എല്ലാവരും ആ നരകലോകത്തിന്റെ അടുക്ക വരാതെ ഒരാള് പോലും ഇല്ല എന്ന് മഹാനായ റസൂലുള്ളാഹ്, അള്ളാന്റെ ഹബീബ്, ആ രാത്രിയില് റസൂലുള്ള ഉറങ്ങാൻ പോകുമ്പോ അള്ളാന്റെ ഹബീബ് ഉറങ്ങുന്നില്ല, കരയുകയാ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എന്താണ് നബിയേ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? എന്താ നിങ്ങൾ ഇങ്ങനെ കരയാൻ എന്താ നബിയേ? നിങ്ങൾക്ക് ഇത്രമാത്രം ടെൻഷൻ റസൂലേ? അള്ളാന്റെ ഹബീബ് പറയാ, ആയിഷ, സൂറത്ത് മറിയമിൽ ഒരു ആയത്ത് അല്ലാഹു എനിക്ക് ഇറക്കി. ആ ആയത്ത് ആലോചിക്കുമ്പം എനിക്ക് ഉറങ്ങാനാകുന്നില്ല ആയിഷ. ഏതാണ് ആയത്ത്? വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയാ. നിങ്ങളിൽ ഒരാള് പോലും ആ നരകലോകത്തിന്റെ വക്കില് അടുത്ത് വരാതെ ഒരാളും തന്നെ ഇല്ല. നരകലോകം അതല്ല തീരുമാനിച്ചുറപ്പിച്ചതാ. പക്ഷേ അവിടെ നിന്ന് തീജ്വാലകൾ, തീപ്പൊരികൾ, ആ തീപ്പൊരികളും തീജ്വാലകളും തീക്കട്ടകളും അവിടെ നിന്നുള്ള പൊട്ടലും ചീറ്റലും ആ നരകലോകത്തിന്റെ ഗർജനവും ഇതൊക്കെ കണ്ട് പേടിച്ച് വിറച്ചു നിൽക്കുന്നതിന്റെ അടുത്ത് പോകുന്ന ആളുകളുണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ ആരാ? തഖ്വയുള്ള ആളുകളെ റമളാനിൽ നമ്മൾ നേടിയെടുക്കുന്ന തഖ്വ കൊണ്ട് ആ നരകലോകത്ത് നിന്ന് നമ്മളെ അകറ്റും, രക്ഷപ്പെടുത്തും. അല്ലാഹു പറയാ, നാം രക്ഷപ്പെടുത്തും. അല്ലദീന തഖൗ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ. പിന്നെ അക്രമങ്ങളും അതും ഇതൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ മുട്ടുകുത്തിയവരായി നരകലോകത്തേക്ക് നാം അവരെ തള്ളിവിടുമെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കാം, നരകലോകത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു കവചം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തിയത് അതാണ് നോമ്പ് എന്നുള്ളത്, അതാണ് തഖ്വ എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത്?
നബി ഉമാമ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ, നബിയെ എനിക്ക് സ്വർഗ്ഗത്തിലെത്തണം, നരകലോകത്ത് രക്ഷപ്പെട്ട് എനിക്ക് സ്വർഗ്ഗത്തിലെത്തണം. അഖ്ബിർനി ബിഅമലി യുദ്ഖിൽനി അൽ ജന്ന. റസൂൽ പറഞ്ഞു, അലൈക ബിസ്സൗം, നോമ്പെടുത്തോ, ഫഇന്നഹു ലാ ഇദ്ല ലഹു, അതിന് തുല്യമായി വേറൊന്നുമില്ല, നോമ്പെടുത്താൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഈദ് അൽ ഖുദരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നമ്മൾ നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ, അള്ളാന്റെ മാർഗത്തിൽ ഒരു ദിവസം നമ്മൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ 70,000 വർഷത്തെ വഴി ദൂരം നമ്മുടെ മുഖം നരക ലോകത്ത് നിന്ന് അല്ലാഹു തആല അകറ്റും. വിശ്വാസികളെ ആലോചിച്ചു, ഇവിടെ വലിയ പൊട്ടിത്തെറിയും ഇവിടെ വലിയ അഗ്നിഗോളങ്ങളൊക്കെ കണ്ട ആളുകളാണ്, ഇവിടെയുള്ള തീയൊക്കെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുന്ന ആളുകളാണ്. അപ്പോ ഇതിന്റെ 69 ഇരട്ടി നരകത്തീന്റെ ചൂടാ. ആ നരകത്തീന്ന് അതിന്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല. നമ്മൾ ഇന്ന് ഓതി ആയത്തിൽ സൂറത്തില് അതിന്റെ അടുത്തേക്ക് അടുക്കുന്ന യശ്വി ഉജൂന, ശവായായി പോകും മുഖം. യശ്വി ശവായ എന്നുള്ളത് വന്നതാ, കരിച്ചു കളയുന്ന അത്ര പവറാ ആ പരലോകത്തെ നരകത്തില്. അവിടെ നിന്നാണ് നമ്മുടെ മുഖം അകറ്റുക. എത്ര 70,000 അകലം ഒരു ദിവസം അല്ലാഹുവിന്റെ മാർഗത്തിൽ. ഇതൊക്കെ നോമ്പെടുക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ലക്ഷ്യമാണ് മനസ്സിൽ. നരക ലോകത്ത് രക്ഷപ്പെടുത്താനുള്ള ഒരു പരിച അതാകുന്നു നോമ്പ്. നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ പുണ്യമാണ്. റമളാന്റെ എല്ലാ രാത്രിയിലും ഒരുപാട് ആളുകളെ നരക ലോകത്ത് നിന്ന് മോചിപ്പിക്കുന്നു, നോമ്പെടുത്ത ആളുകളെ. അതുകൊണ്ട് വിശ്വാസികളെ, നോമ്പിലൂടെ നമുക്ക് ലഭിക്കേണ്ട നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നരകമോചനമാണ്. ഈ നരകമോചനമാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊന്ന് നമുക്ക് നോമ്പിലൂടെ കിട്ടുന്നത് പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ അല്ലാഹുവിന് വേണ്ടി നോമ്പെടുത്തു, ഈമാനോട് ശരിയായ വിശ്വാസം, അല്ലാഹുവിലുള്ള വിശ്വാസം, അല്ലാഹുവിനോടുള്ള റബ്ബായ അല്ലാഹുവിനെ തൃപ്തിപ്പെടുക, അല്ലാഹുവിനോട് സങ്കടങ്ങളും പ്രയാസങ്ങളും ആവലാദികളും വേവലാദികളും ഒക്കെ പറയാ. അല്ലാഹുവിനേക്കാളും വലുത് ആരുമില്ല, അല്ലാഹു അക്ബറാണ്. അല്ലാഹുവിനേക്കാളും വലിയ ഏതൊരു മഹാനോ ശൈഖോ വലിയോ ആരുമില്ല, അല്ലാഹുവാണ് ഏറ്റവും വലുത്. അങ്ങനെ ആ ഒരു ഈമാൻ, എന്ത് പ്രയാസം ദുരിതം കട്ടപ്പാടും വന്നാൽ അല്ലാഹുവിനോട് മാത്രം തേടുക, വേറെ ആരുടെയും കാവലും രക്ഷയും വേണ്ട. അള്ളാന്റെ ചോദിക്കണേ, അള്ളാഹിനോട് ചോദിക്കണം, സഹായം തേടി അള്ളാഹുവിനോട് തേടണം. അള്ളാഹു നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം സഹായം. ഇങ്ങനെ ശരിയായ ഈമാനോടുകൂടി ഒരാൾ നോമ്പെടുത്താൽ വഹ്തിസാബൻ, പ്രതിഫലം ലഭിക്കും എന്ന വിശ്വാസത്തോടു കൂടി കഷ്ടപ്പെട്ട് ദാഹം സഹിച്ച് ചൂട് ശമിച്ച്, അല്ലെ, ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ നോമ്പിലൂടെ നമ്മുടെ പാപം പൊറുക്കണം. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങള് നമുക്കൊന്ന് ഒറ്റയ്ക്കിരുന്നൊന്ന് ആലോചിച്ചാൽ മതി, അല്ലേ? ഒറ്റയ്ക്കിരുന്നിട്ടൊന്ന് ആലോചിക്കുക നമ്മൾ ചെയ്ത പാപങ്ങൾ എന്താന്നുള്ളതൊക്കെ. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞ രൂപത്തില് അങ്ങനെ ഒരാൾ ഒറ്റയ്ക്കിരുന്നും ചെയ്ത തെറ്റുകൾ ആലോചിക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീർ ധാരയായി ഒഴുകും. ഇത്രയധികം അനുഗ്രഹങ്ങളുള്ള ഞാൻ, എന്റെ കണ്ണുകൾക്ക് ഒരു കുഴപ്പം, കൈകാലുകൾക്ക് ഒരു കുഴപ്പമില്ല, വൃക്കക്കോ തലച്ചോറിനോ ഒരു കുഴപ്പവുമില്ല. അള്ളാഹു എന്നെ മാരക രോഗങ്ങൾക്ക് പരീക്ഷണത്തിന് വിധേയമാക്കിയില്ല. എന്നിട്ടും എന്റെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, എന്റെ ഹൃദയം കൊണ്ട്, കൈകാലുകൾ കൊണ്ട് ഇത്ര ഹറാമുകളും തെറ്റുകളും പ്രവർത്തിച്ചു പോയല്ലോ എന്ന് സ്നേഹനിധിയായ റബ്ബിന്റെ ആ സ്നേഹം മനസ്സിലാക്കുമ്പോൾ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരു സ്ത്രീ ആ ഹൈബർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി ചോദിച്ചു, ആ പിഞ്ചു കുഞ്ഞിനെ ആ സ്ത്രീ തീയിലേക്ക് എറിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല നബിയെ. എന്നാൽ ഇതിനേക്കാൾ സ്നേഹമാണ് റബ്ബിന് നിങ്ങളോട്. നിങ്ങളെ നരകത്തിയിലേക്ക് എറിയുന്നത് റബ്ബിന് വല്ലാത്ത പ്രയാസമാണ്. അത്ര സ്നേഹനിധിയായ ആ റബ്ബിന് ഞാൻ തെറ്റുകൾ ചെയ്തു പോയല്ലോ എന്നുള്ള സങ്കടം വന്ന് കരഞ്ഞല്ലാന്റെ മുമ്പിൽ പറയുക. അതിനുള്ളതാണ് ഈ നോമ്പ്. നമ്മൾ പാപം പുറത്തുവരും. അതിന് ഏറ്റവും നല്ല സമയം അത്താഴത്തിന്റെ സമയം, അല്ലേ? അത്താഴത്തിന്റെ സമയം നമ്മൾ എണീക്കണം. അതിന് പുണ്യമുണ്ട്.
അതിൽ ബർക്കത്തുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രത്യേകിച്ച് ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ ആ അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. വിശ്വാസികൾ അല്ലാഹുവിനോട് അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും. യൻസിലു തബാറക വ തആല ഇല സമാഇ ദുനിയ ഈന യബ്ഖാ സുൽസു മിനൽ ലൈലിൽ ആഖിർ മൻ യദ്ഉനി ഫഅതിയഹു. ആരെന്നോട് തേടാ ഞാൻ ഉത്തരം നൽകാം. വ മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിർ ലഹു. ആരെന്നോട് പാപമോചനം തേടാനുണ്ട് ഞാൻ പുറത്തു കൊടുക്കാം എന്ന് അത്താഴ സമയത്ത് പറയുമ്പോൾ വിശ്വാസികളെ നമ്മൾ ആ അത്താഴം കഴിച്ചുറങ്ങരുത്. അല്ലാഹുവിന്റെ മുമ്പിൽ ഇസ്തിഗ്ഫാർ ചെയ്യുക. റബ്ബി ഉഫ്ർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന മഹാനായ പ്രവാചകൻ, മഅസൂമായ പ്രവാചകൻ ഒരു സദസ്സിൽ 100 വട്ടം പ്രാർത്ഥിച്ചത് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചു. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമുക്കറിയാം. അതെല്ലാം പഠിക്കുക, പ്രാർത്ഥിക്കുക, പാപങ്ങൾ പൊറുക്കപ്പെടാനാ. പിന്നെ എന്താണ് നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണം? നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത് സ്വർഗ്ഗപ്രവേശനമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു സ്വർഗ്ഗം എന്ന് വിശദീകരിച്ചിട്ട് പറയാ തിൽക്കൽ ജന്ന, അതാണ് സ്വർഗ്ഗം. അല്ലതീ നുരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയാ. തഖ്വയുള്ള ആളുകൾക്ക് അനന്തരമായി നാം നൽകുന്നതാകുന്നു സ്വർഗ്ഗം. തഖ്വയുള്ള ആളുകൾ ആരാ? തഖ്വയുള്ള ആളുകൾ, സ്വർഗ്ഗ അനന്തരം കിട്ടുന്ന ആളുകൾ, മുഅ്മിനീങ്ങൾ ആരാന്നുള്ളത് സൂറത്തുൽ മുഅ്മിനൂന്റെ ഫസ്റ്റ് മുതൽ ഈ സ്വർഗ്ഗം ഉലൈകൗമുൽ വാരിസൂൻ എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അനന്തരവാസികൾ എന്ന് പറയുന്നിടത്ത് പറഞ്ഞിട്ട് അത് അഫ്ലൽ മുഅ്മിൻ അല്ലദീന ഫീ സ്വലാത്തിൻ ഖാശിഊൻ, നിസ്കാരത്തിൽ ഭക്തിയുള്ള വനിൽ അവർ ആ വിനോദ വർത്തമാനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകൾ. റമദാനായി കഴിഞ്ഞാൽ റീൽസും കോമഡിയും കണ്ട് ഇതിലെ ചാറ്റിങ്ങിലും ഒഴുകരുത്. പരിശുദ്ധ ഖുർആനുമായി ബന്ധമുണ്ടാകണം. നമ്മൾ മനസ്സിലാക്കുക, വിനോദങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ. അതേ രൂപത്തിൽ സക്കാത്ത് കൊടുത്ത ആളുകളാണ്. അവരുടെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിച്ച ആളുകളാണ്. അമാനത്തുകളെ നിർവഹിച്ച് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. തിൽക്കൽ ജന്നത്തുല്ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ. ഭക്തിയുള്ള ആളുകൾക്കാണ് ആ സ്വർഗ്ഗം. അപ്പൊ സ്വർഗ്ഗം നമുക്ക് ലഭിക്കണമെങ്കിൽ തഖ്വ നമുക്കുണ്ടാവണം. ആ സ്വർഗ്ഗ പ്രവേശനത്തിനുണ്ടായിരിക്കേണ്ട ഒന്നാണ് തഖ്വ. റസൂലുള്ളാഹിനോട് സഹാബികൾ വന്ന് ചോദിച്ചു, നബിയേ അക്സറുമാ യുദ്ഖിലുൻ നാസ് വൽ ജന്ന, അധികം ആളുകൾ സ്വർഗ്ഗത്തിൽ പോകാൻ എന്താ നബിയെ വേണ്ടത്? അവർ എന്താ? അത്തഖ്വ വ ഹുസ്നുൽ ഖുൽഖ്. ഒന്ന് തഖ്വ വേണം, മറ്റൊന്ന് ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം. നല്ല സ്വഭാവം നമ്മൾ നമ്മുടെ ഭാര്യനോടും മക്കളോടും വീട്ടുകാരോടും നാട്ടുകാരോടും എല്ലാവരോടുള്ള പെരുമാറ്റം, ആ സ്വഭാവം ഖുർആൻ പറഞ്ഞ സൽസ്വഭാവം ഉണ്ടായി തീരാൻ പരമാവധി പരിശ്രമിക്കുക നമ്മൾ. അതൊക്കെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് വിശ്വാസികളെ നാം മനസ്സിലാക്കുക, സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ, നരകലോകത്ത് നമ്മളെ അകറ്റാൻ, നമ്മുടെ പാപം പൊറുക്കാൻ ഇതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ളതാകുന്നു ഈ റമളാൻ. ഈ റമളാൻ കിട്ടിയിട്ട് അല്ലാഹുവിലേക്ക് നമ്മൾ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും ഭാഗ്യം കെട്ട ആളുകൾ. ഒരിക്കൽ നബി മദീന പള്ളിയിലെ മിമ്പറിൽ 3 സ്റ്റെപ്പുകൾ വെച്ച് കയറി. സഹാബത്ത് പറയാ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 സ്റ്റെപ്പ് കയറുമ്പോഴും ആമീൻ ആമീൻ എന്ന് പറഞ്ഞു. സഹാബികൾ ചോദിച്ചു, എന്താ നബി ഇങ്ങനെ ആമീൻ പറയുന്നത്? അത്താനി ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്നു. യാ മുഹമ്മദ് നബിയെ വിളിച്ചു. മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബ്അദല്ലാഹു. ഒരു റമളാൻ ലഭിച്ചിട്ട് പാപം പൊറുക്കാതെ ആ റമളാൻ അവനിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ അകറ്റിക്കളയട്ടെ. അതിന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും മുഹമ്മദ് നബി ആമീൻ പറയുകയും അത് തീർച്ചയായും അല്ലാഹു സ്വീകരിക്കട്ടോ. വല്ലാത്ത ആമീനാണ്, വല്ലാത്ത പ്രാർത്ഥന. ഒന്ന് മുഖറബായ മലക്ക, മറ്റൊന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂല, അള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂൽ. അതിൽ പെടാതിരിക്കാൻ അള്ളാഹുലേക്ക് എതിച്ചു മടങ്ങി അള്ളാഹു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ് യാ അയ്യുഹന്നാസ് ഊസിക്കും വസാനി ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ച തമ്പുരാന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചു പകർത്തി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ, പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ റമളാനിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്, പരിശുദ്ധ റമളാനിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് വിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥന, അത് അല്ലാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് ആ പ്രാർത്ഥന സ്വീകരിക്കും എന്ന് കാണാൻ സാധിക്കും. ഇന്നലി സ്വാഇമി ഇന്ദ ഫിത്രിഹി
ഇന്നലി സ്വാഇമി ദഅവത്തുൻ മുസ്തജാബ ഇൻദ ഫിത്രിഹി എന്നാണ്. ഒരു നോമ്പുകാരൻ അവൻ നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നുള്ളതാണ്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റിപ്പോർട്ടിന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് പറഞ്ഞിട്ട് ലിസ്വാഇമി ഇൻദ ഫിത്രിഹി ദഅവത്തുൻ മുസ്തജാബ എന്ന് പറഞ്ഞു. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും, ഉത്തരം കൊടുക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം പറയുന്നു, ഫകാന അബ്ദുല്ലാഹി ഇബ്നു അംർ ഇദാ അഫ്തറ ദഅ അഹ്ലഹു വവലദഹു വദഅ ബിഹിം. അദ്ദേഹം തനിക്കും തന്റെ കുടുംബങ്ങളെ എല്ലാവരും വിളിച്ചു വരുത്തി എല്ലാവർക്കും വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഉപ്പയും ഉമ്മയും അല്ലെ മക്കളും എല്ലാം കൂടി നോമ്പ് തുറന്നിട്ട് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ഒന്നിച്ച് ദുആ ചെയ്യുക. നമ്മുടെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ദുനിയാവിനുണ്ട്, ആഖിറത്തിൻ്റെതുണ്ട്. അതൊക്കെ ആലോചിക്കുക, അതിനുവേണ്ടി ദുആ ചെയ്യുക. ആ ഒരു അവസരം പരിശുദ്ധ റമളാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നൊരു ഗുണമാണ് വിശ്വാസികളെ. അത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്രകാരം തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന തീർച്ചയായും ദാഹം പോയി, പേശികളൊക്കെ നനഞ്ഞു, പ്രതിഫലം സ്ഥിരപ്പെട്ടു ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈ ദുആ നമ്മൾ പഠിക്കുക, നമ്മളെ മക്കളെ നമ്മളത് പഠിപ്പിക്കുക. അപ്രകാരം തന്നെ പരിശുദ്ധ റമളാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്താഴത്തിന്റെ കാര്യം പറഞ്ഞു, അതിൽ ബർക്കത്തുണ്ട്. തഅജീൽ ഫിത്ര, നോമ്പ് മുറിക്കുന്നത് അത് മഗ്രിബിന്റെ സമയമായ ഉടനെ വേഗത്തിലാക്കണം. അതിൽ ഖൈറുണ്ട് എന്നാ. അത് പിന്തിപ്പിക്കരുത്, വൈകിപ്പിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേ രൂപത്തിൽ അത്താഴം കഴിക്കാത്തൊരു സ്വഭാവം ഉണ്ടാകരുത്. അതിൽ ബർക്കത്തുണ്ട്, അതും ശ്രദ്ധിക്കുക. അപ്രകാരം തന്നെ നോമ്പ് കാലത്ത് നമ്മൾ തറാവിഹി രാത്രി നമസ്കാരം നിർവഹിക്കും. അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ആ സമയം വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. അതിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ്. ഖുദ്ദൂസ് ഇത് 3 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കണം. അവസാനത്തെ പ്രാവശ്യം, 3ാമത്തെ പ്രാവശ്യം അത് ഉച്ചത്തിൽ ചെല്ലണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേ രൂപത്തിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, വിട്ടു നിൽക്കുക. ഹറാമുകൾ കാണാതെ, ഹറാമുകൾ കേൾക്കാതെ. അതുപോലെ തന്നെ കരുതി കൂട്ടിയുള്ള ഭക്ഷണം കഴിക്കൽ, പാനീയങ്ങൾ ഉപയോഗിക്കൽ, ഭാര്യ ഭർത്ത ബന്ധങ്ങൾ സ്ഥാപിക്കൽ, ഇതൊക്കെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. രോഗികളോ അല്ലെങ്കിൽ യാത്രക്കാരോ ആയ ആളുകൾക്ക് അത് മറ്റു സമയങ്ങളിൽ നോറ്റുവീട്ടിയാൽ മതി. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ഇനി അത് നോറ്റുവിട്ടാൻ കഴിയാത്ത ആൾ ഒരു സാധുവിനുള്ള ഭക്ഷണം കൊടുത്ത് പ്രാശ്ചിത്വം കൊടുക്കാം. മുലയൂട്ടുന്ന സ്ത്രീകളുണ്ടെങ്കിൽ, ഗർഭിണികൾ ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെ കുറിച്ച് അവരുടെ ശരീരത്തെ കുറിച്ച് പ്രയാസമുണ്ടെങ്കിൽ നോമ്പ് പിന്നീട് നോറ്റുവീട്ടിയാൽ മതി. അതിന് പ്രാശ്ചിത്വം കൊടുത്താൽ മതി. ഈ കാര്യങ്ങളൊക്കെ ഇസ്ലാമികമായുള്ള കാര്യങ്ങൾ പഠിക്കുക. അതേപോലെ ആരോഗ്യമായി എന്നും വെക്കുന്ന ഇഞ്ചക്ഷൻ ആണെങ്കിൽ അത് ഇഞ്ചക്ഷൻ കൊടുത്താൽ നോമ്പ് മുറിയൊന്നുമില്ല. പക്ഷെ ശരീരത്തിന് പോഷണം കൊടുക്കാൻ ഗ്ലൂക്കോസ് അത് മുറിയും. നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കണ്ണിൽ വല്ലതും മുറ്റിച്ചു, ചെവിയിൽ വല്ലതും മുറ്റിച്ചു, അതുകൊണ്ടൊന്നും നോമ്പ് നഷ്ടപ്പെടില്ല. അനാവശ്യമായിട്ടുള്ള കുറെ ആദികളും വ്യാവലാദികളും നമുക്ക് പാടില്ല. ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. നല്ല രൂപത്തിൽ നോമ്പെടുത്ത് അള്ളാഹുലേക്ക് മറന്ന് അറിയാതെ ഒരാൾ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയില്ല. കരുതി കൂട്ടിക്കൊണ്ട് ചെയ്താലേ. അറിയാതെ ഒരാൾ ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയുകയില്ല. കരുതി കൂട്ടി വായിലെല്ലാം ഇട്ട് ഛർദ്ദിച്ചാലേ മുറിയും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമ്മൾ കൂടുതൽ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാനിൽ നോമ്പെടുക്കാൻ, രാത്രി നമസ്കരിക്കാൻ, പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം അതിൽ കൂടുതൽ പാരായണം ചെയ്യാനും പഠിക്കാനും ഈ റമളാൻ ഇൻഷാ അല്ലാഹ് കൂടുതലായി അതിന്റെ പഠന പാരായണങ്ങൾ പഠിച്ച് ചിന്തിച്ച് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതൊരു മാതൃകയാക്കി ഖുർആൻ നമ്മുടെ കൂടെ നാളെ പരലോകത്ത് വരുമ്പോൾ നമുക്ക് സാക്ഷിയായി എല്ലാവരും ഓടി അകലുമ്പോൾ ഖുർആനും നോമ്പ് നമ്മുടെ അടുക്ക് ഓടി വന്ന് ഞാൻ അതിന് സാക്ഷിയാണെന്ന് പറയുമ്പോൾ, ഞാൻ അതിന് ശുപാർശ ചെയ്യാന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ഖുർആനുമായി അടുക്കുക, ഖുർആനുമായി ബന്ധപ്പെടുക, ഖുർആനിലെ ദുആകളും പ്രാർത്ഥനകളും പഠിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാനെ, ഞങ്ങൾ കഴിഞ്ഞ റമളാനിൽ മുമ്പൊക്കെ മരണപ്പെട്ടു പോയ ഒരാൾ, മാതാക്കളും പിതാക്കളും ഉള്ളവരുടെവർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും ഞങ്ങളെയും നോമ്പെടുത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നൽകണമേ അല്ലാഹ്. അള്ളാഹുവെ, കത്തിയാൾ നരകശിക്ഷയിൽ നിന്ന് കാത്ത് രക്ഷിക്കണമേ അല്ലാഹ്. രോഗികളും
ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, സാമ്പത്തിക വിഷമമുള്ള ആളുകൾ, മാനസിക എല്ലാവരുടെയും വിഷമ ദുരിത ദുഃഖങ്ങൾ ഇല്ലാതാക്കണമേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار، توفنا مسلمين والحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آله